സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അവന്റെ ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹു അവന് സമാധാനം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ കാരണം എന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ? ഒന്ന് മനസ്സിലാക്കണേ, അവന്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും മേൽ അവൻ അല്ലാഹു മതിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവന്റെ ജീവിതത്തിലുണ്ടല്ലോ അവന് സമാധാനം ലഭിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. മൂന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ശപിക്കപ്പെട്ടവനായ പിശാചുണ്ടല്ലോ അവന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ അവനെ ഉണ്ടല്ലോ സംരക്ഷിക്കുന്നതാണ്. അവന് രക്ഷ ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നും അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ ചതിക്കുഴികളിൽ നിന്നെല്ലാം അല്ലാഹു അവനെ രക്ഷിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ശൈത്വാനിന്റെ ചതികൾ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ? മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും അവൻ വരും നമ്മുടെ ഈമാൻ തെറ്റിക്കാൻ. എങ്ങനെയാന്ന് പറഞ്ഞു തരട്ടെ, കേട്ടോളീൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മനുഷ്യനുണ്ടല്ലോ മരണസന്നിധിയിൽ കിടക്കുന്ന സമയത്ത് അതാ പ്രിയമുള്ളവരെ അവന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ കടന്നു വരുന്ന സന്ദർഭമുണ്ടല്ലോ. ആ സമയത്തുണ്ടല്ലോ ആ മനുഷ്യന്റെ ഈമാൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയുണ്ടല്ലോ ഇബ്ലീസ് ചതിപ്രയോഗം പ്രയോഗിക്കുന്നതാണ്. എങ്ങനെയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവന്റെ മരണപ്പെട്ടുപോയ അവന്റെ പ്രിയപ്പെട്ടവരുടെ രൂപങ്ങളിലേക്ക് ഇബ്ലീസ് കടന്നു വരുന്നതാ. മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മയുടെ രൂപം